എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ നല്ല മഴയായതുകൊണ്ട് കറണ്ടും ഇല്ല, അത് മാത്രമല്ല നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അങ്ങനെ പറ്റുവാണെങ്കിൽ ഞാൻ ആ കൃത്യസമയത്തിന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് സേതുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. സേതു എന്ത് ചെയ്യണം, പല്ലവിനെ കോടതിയിൽ വെച്ച് തന്നെ എടുത്ത് വട്ടം ചുറ്റിക്കുകയാണ്. വട്ടം ചുറ്റിച്ച് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോടതിയിൽ ഇതെല്ലാം എല്ലാരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ സമയത്ത് സേതുവിന്റെ മനസ്സിൽ വേറൊന്നും ഇല്ലായിരുന്നു. പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടി. അപ്പൊ തന്റേതായി പല്ലവി ഇനിയിപ്പൊ അധികം വൈകാതെ കല്യാണം നടത്താം. അതിനേക്കാൾ ഉപരി ഇന്ദ്രനിൽ നിന്നൊരു മോചനം കിട്ടി എന്നൊരു സന്തോഷമായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. പക്ഷേങ്കില് സേതുവിനൊട്ടൊരു പണി കിട്ടുന്നുണ്ട്. കോടതിയിൽ അലക്ഷ്യമായി പെരുമാറി, അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് സേതുവിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണ്. സേതു ഭയങ്കര സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പല്ലവിയോട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് സന്തോഷമായെന്നൊക്കെ പറയണം. ഇത് കേട്ട് ഞാൻ പല്ലവി സേതുവിന് എന്ത് പരിപാടിയാണ് കാണിച്ചേ, കോടതിയിൽ വെച്ച് അങ്ങനെ കാണിക്കാൻ പാടുണ്ടോന്ന് ചോദിക്കുക. പിന്നെ കോടതിയായപ്പോയി അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് രണ്ട് ഉമ്മയും കൂടെ അങ്ങോട്ട് തന്നേനെന്ന് പറയണം. ഇത് കേട്ടപ്പം പല്ലവി സേതു കേട്ടാ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയണം. അപ്പോഴേക്കാണ് രണ്ട് പോലീസുകാർ വന്നിട്ട് സേതുവിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്. പിന്നീട് കോടതി മുറിയിലേക്ക് കയറ്റിക്കഴിഞ്ഞിട്ട് ജഡ്ജി പറഞ്ഞു, അതെ കോടതി അലക്ഷ്യത്തിന് തനിക്കെതിരെ കേസെടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണേ. കേസെടുക്കാനേ എനിക്കെതിരെ, അതെ തനിക്ക് ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേനും സേതു ഞെട്ടി. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് കയറി വന്നു. ഇന്നൊരു ദിവസം താൻ എന്ത് ചെയ്യണം, ആ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മൊത്തം ക്ലീൻ ചെയ്യണം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അതാ തനിക്ക് തരുന്ന പണിഷ്മെന്റ് എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയാ. എന്നാലും സേതുവിന് പിന്നെ സന്തോഷമുള്ള കാര്യമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, തന്റെ പല്ലവിക്ക് മോചനം കിട്ടിയല്ലോ, അതന്നെ നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ സേതുവിനെ പോലീസുകാർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. പല്ലവിക്കൊരു സങ്കടം തോന്നി. സേതുവിന് അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയെ മനസ്സ് വന്നു. പക്ഷേങ്കിൽ ഇന്ദ്രൻ ആകപ്പാടെ തകർന്നു പോയി. ഇന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു വിധി ആയിരുന്നില്ലത്. ആ സമയത്ത് ഇന്ദ്രന്റെ അടുത്തേക്ക് രാജലക്ഷ്മി വരുന്നുണ്ട്. പിന്നീട് രാജലക്ഷ്മി വന്നു കഴിഞ്ഞപ്പത്തിനും ഇന്ദ്രനെ സഹിച്ചില്ല. ഇന്ദ്രൻ പറഞ്ഞു, അവളുണ്ടല്ലോ ആ പല്ലവി, അവൾ രക്ഷപ്പെട്ടമ്മേ, അവള് രക്ഷപ്പെട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം താറുന്നതിന്റെ അർത്ഥം എന്ന് പറയണ. ഇത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു, നീയൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, ബാ ഇന്ദ്ര എന്നൊക്കെ പറയണം. വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയണം. ആ സമയത്ത് ഇന്ദ്രന് താനൊരു ജോക്കറാന്ന് പോലെ തോന്നുവേണം. കാരണം എല്ലാവരുടെ മുന്നിൽ താനൊരു ജോക്കറായിപ്പോയി. അവള് നേടി, അവൾ ജയിച്ചു, താൻ തോറ്റുപോയെന്നൊരു ചിന്ത അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനല്ലാതായി തീരുവാണ്. പിന്നീട് അവന് മാനസികാരോഗ്യ പ്രശ്നം ഒന്നുകൂടെ ഇളകുക ചെയ്തേ. അങ്ങനെ അവൻ അവിടെ കിടന്ന് ഓരോ കോപ്രായങ്ങളെ കാണിച്ചിട്ട് നേരെ പല്ലവിയുടെ അടുത്തേക്ക് വന്നിട്ട് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, നീ അങ്ങ് സുഖത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാന്ന് കരുതണ്ടേ, നിനക്കിട്ടുള്ള പണി ഞാൻ തരൂന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, ഇനിയിപ്പൊ താൻ എന്ത് പണി തന്നാലും കുഴപ്പമില്ല, തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. പിന്നീട് മുകുന്ദൻ മാഷ് എന്ത് ചെയ്യണം, പല്ലവിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. മാഷ് പറഞ്ഞു, ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല, ഇത്രയും കാലം അവന്റെ ഭാര്യയാന്നുള്ള ഒരു ലേബൽ ഉണ്ടായിരുന്നു, നിയമപരമായിട്ട് ഇന്ന് അതും കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനിയിപ്പം മോള് പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോരെ. ഇനിയിപ്പോ അവന്റെ ശല്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞ് പല്ലവിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം രാജലക്ഷ്മി ആകെപ്പാടെ തകർന്നു പോയി. രാജലക്ഷ്മി ഒരിക്കലും പ്രതീക്ഷ ഒരു കാര്യമായിരുന്നില്ലത്, ഇങ്ങനെ ടെസ്റ്റ്. എങ്ങനെയാണെങ്കിലും അവസാനം തന്റെ മോന് നീതി കിട്ടും, അല്ലെങ്കിൽ പല്ലവി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ സാധിക്കും, അവളുടെ മുന്നിൽ തല കുനിക്കേണ്ട വരുമെന്ന് പ്രതീക്ഷ കാര്യമില്ല. പിന്നീട് ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി അങ്ങോട്ട് സഹിച്ചില്ല. രാജലക്ഷ്മി പറഞ്ഞു, എടാ ഇന്ദ്ര, ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, അവളുടെ ഒപ്പം നിന്ന് ഇത്രയും കാലം നിന്റെ ജീവിതം നീ നശിപ്പിച്ചു, എന്നിട്ടോ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായോ? ഇല്ലല്ലോ എന്ന് പറയണം. അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, ജീവിതം ഇത്രയും കാലം എന്റെ പോയത് മിച്ചം, അതാടാ പറഞ്ഞേ. നീ ഒരു കാര്യം ചെയ്യണം, അവളെക്കാളും നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറയണം. ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ വേറൊരു വിവാഹം കഴിക്കാനോ? അതൊരിക്കലും സാധ്യമായിട്ട് കാര്യമല്ലമ്മ എന്ന് പറയണം. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കാര്യം തീരുമാനിച്ചു, നീ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരണം, എന്താണെങ്കിലും കുഴപ്പമില്ല, നിന്റെ ജീവിതം എനിക്ക് കാണണം എന്ന് പറയണം. അങ്ങനെ നിന്റെ ജീവിതം നടന്നു കണ്ടാൽ മാത്രമേ എനിക്ക് സന്തോഷമാവുള്ളൂ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രൻ ചോദിച്ചു, അമ്മ എന്തൊക്കെയാ പറയണേ? എന്റെ ജീവിതത്തിന് ഒരു പെണ്ണില്ല എന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ മോനെ. ഇനി നീ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് വരുന്നോടം വരെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഞാൻ ഒരു ശപഥം ചെയ്യാൻ പോകുന്ന പറയണം. ശപഥോ? അതെ, ഇനിയിപ്പം ഞാൻ ഈ ചമയങ്ങളങ്ങനെ അഴിച്ചു വെക്കാൻ പോവാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ആടയാഭരണങ്ങളോ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടാകത്തില്ല. നീ എന്ത് കല്യാണം കഴിച്ചൊരു പെൺകുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നോ അന്ന് മാത്രമേ ഇനിയിപ്പോൾ ഈ ചമയങ്ങളൊക്കെ എനിക്ക് ഉണ്ടാകത്തുള്ളൂ എന്ന് പറയണം. അതുവരെ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജലക്ഷ്മി അല്ലാന്ന് പറയണം. ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ദ്രൻ അങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. രാജലക്ഷ്മി എന്ത് ചെയ്യുകയാണ്, തന്റെ മാലയും കമ്മലും സർവ്വമാന സാധനങ്ങളും എല്ലാം കൂടെ ഉരുവാണ് അങ്ങോട്ടേക്ക്. പിന്നീട്
തലയിൽ വിട്ടിരിക്കുന്ന പൂവും കാര്യങ്ങളും എല്ലാം അഴിച്ചു വെച്ചു. ഇത്രയും കാലം രാജലക്ഷ്മി അങ്ങനെയല്ല, വീട്ടിൽ നല്ല അണിഞ്ഞൊരുങ്ങിയൊക്കെ ഇരുന്നോണ്ടിരുന്നേ. അവസാനം രാജലക്ഷ്മി പറഞ്ഞു, കണ്ടില്ലേ, ഇനി നീ എന്നൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നോ അന്നോ ഞാൻ ഇതൊക്കെ എടുത്ത് അണിഞ്ഞോളെന്ന് പറയണ. പെട്ടെന്ന് ഇന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ, അമ്മ എന്ത് പരിപാടിയെ കാണിക്കുന്നേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇത് കേട്ടഞ്ഞപ്പത്തിന് രാജലക്ഷ്മി പറഞ്ഞല്ലോ, ഇതെന്റെ ഒരു ശബ്ദമാണ്, എനിക്ക് ഇത്രയെങ്കിലും ചെയ്യണമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് രാജലക്ഷ്മി അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്ദ്രന്റെ സമനില ഏറ്റുന്ന പോലെ തോന്നി. ഈ സമയം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവൾക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നീട് ഇന്ദ്രൻ മുറിയിലേക്ക് വന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയുടെ ഇന്ദ്രൻ്റെയും കുറച്ച് കല്യാണ ഫോട്ടോസൊക്കെ അവിടെ ഉണ്ടായിരുന്നു, സ്ഥിരമുണ്ടായിരുന്നു. അതിലേക്കൊക്കെ ഇങ്ങോട്ട് നോക്കുവാണ്. ഇന്ദ്രൻ്റെ ആകെപ്പാടെ ബുദ്ധിമുട്ട്. ഇത്രയും ദിവസം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവളെ തനിക്ക് കിട്ടുമെന്നുള്ള. അവസാന പ്രതീക്ഷയും തകർന്നു പോയി. അങ്ങനെ അവൾക്ക് മോചനം കിട്ടി. ഇനി അവൾ സുഖമായിട്ട് ജീവിക്കാൻ പോവാ. ആ സേതുവത്ത് അതൊരു കാരണവശാലും പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവളെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴേക്കുമാണ് പ്രതാപന്റെ കോള് വരുന്നത്. പ്രതാപം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ പഴയ ഇന്ദ്രനല്ല എന്ന് പറയണേ. ഇതോടെ പ്രതാപം പറഞ്ഞു, അതെ എനിക്ക് തന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയണ. ഇത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു, എന്തിനാ കാണുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ഈ സമയം പ്രതാപം പറഞ്ഞു, താമ്പാ നമുക്ക് സംസാരിക്കാന്നൊക്കെ ഇന്ദ്രനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇന്ദ്രൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപം പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാ. വിഷമോ എനിക്കാ? ഈ ഇന്ദ്രൻ അങ്ങനെ തോറ്റ ചരിത്രമില്ല. അവൾക്കിട്ട് പണി കൊടുക്കാതെ ഇനി ഇപ്പൊ ഇന്ദ്രൻ അടങ്ങിയിരിക്കില്ല എന്ന് പറയണേ. ഇന്ദ്രനെ കുറിച്ച് ശരിക്കും അവൾക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. അവളുടെ വിചാരം ആ സേതുവത്ത് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഓർത്തിട്ടാ. ഇനി പ്രതാപം പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ തന്നെക്കാളും കൂടുതലായിട്ട് തകർന്നു പോയ ഞാനാ. ഇപ്പൊ ആ സേതു ഒന്നുകൂടെ ശക്തിമാനായില്ലേ, അവൻ വിജയിച്ചില്ലേന്ന് ചോദിക്കും. ഇല്ലടോ, അവൻ അങ്ങനെ വിജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ ഇന്ദ്രന്റെ മുന്നിൽ ഇനി അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ദ്രൻ അവനെ തോൽപ്പിച്ച് കളയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനോട് വലിയ വീമ്പിളക്കമാണ് ഇന്ദ്രന്. പിന്നീട് പ്രതാപം പറഞ്ഞു, അതെ എടുത്തടിച്ചൊരു തീരുമാനമൊന്നും എടുക്കണ്ട, അറിയാലോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. മുമ്പത്തെ പോലെ അല്ല, അവള് നിന്റെ ഭാര്യയൊന്നുമല്ല. ഇനി ആ വീട്ടിലേക്ക് പോലും ധൈര്യത്തോടെ നിനക്ക് കയറി ചെല്ലാനൊന്നും പറ്റില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, കയറി ചെല്ലാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സ് തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം. ആ സമയത്ത് പല്ലവി വീട്ടിലേക്ക് വന്നു. പല്ലവി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പാറും വിശ്വമൊക്കെ കൊണ്ട് ഓടി ചെല്ലുവാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. പക്ഷേ എങ്കിൽ പാറു പറഞ്ഞു, ഇനി കൂടുതൽ സൂക്ഷിക്കണം ചേച്ചി. എന്താ ഏതാ എപ്പോഴാണെന്നും പറയാൻ പറ്റില്ല. കാരണം അവനൊരു ദുഷ്ടനാ ഇന്ദ്രൻ എന്ന് പറയുന്നവന് എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, അതൊന്നും കുഴപ്പമില്ല. സേതുവേട്ടനുണ്ടല്ലോ, സേതുവേട്ടനുള്ളതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്ക് ശോഭ മാഷിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ സേതുവിൻ്റെയും പല്ലവിയുടെയും കല്യാണം നടത്തണം മാഷേ. ഇനി അതെങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൂടാ. കാരണം ഇനി മാന്തിക്കുന്ന ഓരോ നിമിഷവും ആപത്ത് വരും. സേതു പല്ലവിയുടെ കഴുത്തിൽ താലി ആർത്തുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ധൈര്യമായിട്ടിരിക്കാമല്ലോ. സേതുവിൻ്റെ കൈകളിലെ പല്ലവിയെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം എന്നൊക്കെ പറയണം. അത് കേട്ടാൽ മൂന്ന മാഷ് പറഞ്ഞു, അത് ശരി തന്നെയാ, എത്രയും പെട്ടെന്ന് നമുക്കൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇന്ദ്രൻ എന്ത് ചെയ്യണം, നന്നായിട്ട് മദ്യപിക്കുകയാണ്. ഇന്ദ്രൻ അങ്ങോട്ട് ബോധം ഇല്ലാത്ത പോലെ അതുപോലെ എന്നങ്ങോട്ട് മദ്യപിക്കുകയാണ്. മദ്യപിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രന് വീണ്ടും ഒന്നുകൂടെ അങ്ങോട്ട് ഭ്രാന്തിളകുവാണ്. ഇന്ദ്രൻ എന്ത് ചെയ്യണം, അവിടെ നിന്ന് ജോക്കറിന്റെ മുഖംമൂടിയൊക്കെ ഇങ്ങോട്ട് എടുത്തു വെച്ചു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ജോക്കറിനെ പോലെ അവസ്ഥയായിപ്പോയി താനും. അവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അപ്പോഴേക്കും നല്ല പെരുത്ത മഴ തുടങ്ങി. ഇന്ദ്രൻ ആ മഴയത്തേക്ക് അങ്ങോട്ട് അങ്ങ് ഇറങ്ങി. മഴയത്തേക്ക് ഇറങ്ങിപ്പോൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് രാജേഷ്മി ഇറങ്ങി വന്നിട്ട്, എന്താടാ മോനെ നീ എന്താ കാണിക്കണമെന്ന് ചോദിക്കണം. എന്താന്ന് മനസ്സിലായല്ലേ, കണ്ടില്ലേ അമ്മേ ഇപ്പൊ ഞാൻ ഈ അവസ്ഥയായെന്ന് പറയണം. എടാ മോനെ നീ എങ്ങനെ ചെയ്യരുത്, കയറി വരാൻ പറയണം. പക്ഷെ ഇന്ദ്രൻ അതൊന്നും കേട്ടില്ല. ഇന്ദ്രൻ നേരെ പല്ലവിയുടെ വീട് ലക്ഷ്യമാക്കി അങ്ങോട്ട് പോവാണ്. പിന്നീട് പല്ലവിയുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോൾ ശോഭയാണ് വാതിൽ തുറക്കുന്നത്. ഈ മുഖംമൂടി നരിച്ചു വന്നിരിക്കുന്ന ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞ ശോഭ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. പല്ലവി വെച്ചു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. ഞാനിക്ക് വരാതിരിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്യാണ്, അകത്തേക്ക് കയറാൻ നോക്കുമ്പോഴത്തേനും പല്ലവി പറഞ്ഞു, ഇതേ ഒരടി മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ നീ ജീവനോടെ ഇവിടുന്ന് തിരികെ പോവില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു, പോണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാതെ എന്നൊക്കെ പറയണം. ശോഭ പറഞ്ഞു, മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോണമെന്ന് പറയണം, അത് ഇപ്പൊ തന്നെ ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇന്ദ്രൻ ആ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ആ മഴയത്ത് അവിടെ കിടന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. ശോഭനെ പല്ലവിയൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ പല്ലവിക്ക് മനസ്സിലായി ഇയാൾക്ക് ശരിക്കും വട്ടായിട്ടുണ്ട് ഇപ്പം, കാരണം തന്നെയും കൂടെ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇയാളുടെ സമനില ഒന്നും കൂടെ തെറ്റിയെന്നുള്ള കാര്യം. ഈ സമയം ശോഭ പറഞ്ഞു, വാമോളെ നമുക്ക് അകത്തേക്ക് കയറിപ്പോ, അവന്റെ കൂത്ത് കണ്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. ഇനി ഒരു കാര്യം ചെയ്യാം, നീ സേതുവിനെ വിളിക്കുക, സേതു വരട്ടെ. നമ്മൾ തന്നെയുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അവനൊന്നുകൂടി ഇത് കൂടെ തല്ലുള്ളൂ. സേതു ഉണ്ടെങ്കിൽ പിന്നെ അവൻ ഇത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, നമുക്ക് നോക്കാം, കുറച്ച് കഴിയുമ്പോൾ തന്നെ അവനങ്ങോട്ട് പോയിക്കോളും ഭാമ എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ഇന്ദ്രൻ ഒരു ഭ്രാന്തമായ ആവേശത്തോടു കൂട്ടി വീണ്ടും അവിടെ നോക്കി അങ്ങോട്ടേക്ക് പല്ലവിയൊക്കെ പോയ വഴിയെ നോക്കി ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.